ഫ്രണ്ട്സ് ഇസ്മി പ്രസാദ് 2025 അല്ലേ 2025 പ്രവേശിക്കാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം മതില്ലേ. 2025 ഒരു പുതുവർഷമാണല്ലേ. ഒരു പുതുവർഷം നമ്മളിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളാണ് നമ്മൾ അർപ്പിക്കുന്നതല്ലേ. ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് ചെയ്തു തീർക്കാൻ. ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും 2025 തീർക്കണം. ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. 2023 നിന്ന് 2024 പ്രവേശിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ 2024 വേണ്ട വിധത്തിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം 2025 ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. കാര്യങ്ങൾ എപ്പോഴും അത് സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിയുന്ന സമയത്ത് നമുക്കത് നടക്കുമോ, അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ പറയാന്നറിയോ? ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും, അത് എനിക്ക് നടത്തുവാൻ സാധിക്കും, എനിക്കത് എനിക്കത് കണ്ടെത്താൻ സാധിക്കും, എനിക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എനിക്ക് പഠിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കത് പഠിച്ചു തീർക്കാൻ സാധിക്കും, എനിക്ക് നല്ല രീതിയിൽ അതിനെ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ സ്വയം പറയുക. സാധിക്കും എന്നുള്ളത്. സാധിക്കുമോ, ചെയ്യാൻ കഴിയുമോ, കഴിയില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ഒരു ചോദ്യം 2025 നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയോട് കൂടി ഏതൊരു കാര്യത്തിനോടും നമ്മൾ ഇറങ്ങിത്തിരിച്ച് അത് നമ്മൾ ചെയ്തെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കത് നേടിത്തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് 2025 നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചെറിയ തോതിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായ ചില സുഹൃത്തുക്കളുണ്ടായിരിക്കും. ഇത്തരക്കാരൊക്കെ ലഹരിയിൽ നിന്നു കംപ്ലീറ്റ് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുക. ഇനി അവർ പിന്തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരിൽ നിന്ന് വിട്ടകന്ന് പോകുക എന്നതാണ്. കാരണം എന്താണെന്നറിയോ? 2025 നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ? നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സന്തോഷമില്ലെങ്കിലോ മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷം നൽകുവാൻ സാധിക്കുമോ? എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്ത് ചെയ്യുന്നു, എൻ്റെ അടുത്ത് ഒരു 500 രൂപ കടം ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ കയ്യിൽ 1000 രൂപ ഇല്ല, എൻ്റെ കയ്യിൽ 500 രൂപ ഇല്ല എന്ന് വിചാരിക്കുക. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 1000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു കൊടുക്കുവാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ബി പോസിറ്റീവോട് കൂടി പഠിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ബി പോസിറ്റീവോട് കൂടി ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയ മരങ്ങളൊക്കെ അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊച്ചു മരത്തൈകളൊക്കെ നടുക. കൊച്ചു മരത്തൈകളൊക്കെ നട്ട് അതെന്താ പറയുക, അത് വളർത്തുക, നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു അതിപ്രഭാതത്തിൽ എണീക്കുക. അതിരാവിലെ എണീറ്റ് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നന്നായി എക്സസൈസ് ചെയ്യുക. ശരീരത്തിൽ നിന്ന് നന്നായി വിയർപ്പ് ഒഴുക്കി കളയുക. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പാദ്യം. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ധരിക്കുന്ന സമയത്തൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. അതുപോലെ തന്നെ ആളുകളോട് നല്ല രീതിയിൽ നീറ്റായി പെരുമാറുക. എപ്പോഴും നമ്മൾ അതിരാവിലെ എണീറ്റ് ഒരു മണിക്കൂർ എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റോ ഇൻസ്പിറേഷണൽ ബുക്സ്, നല്ല പ്രചോദിതമായിട്ടുള്ള ബുക്സുകളുണ്ട്. ഈ ബുക്സുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ വായിക്കുന്നതൊരു ശീലമാക്കി മാറ്റുക. കാരണം എന്നറിയോ? ഇതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് സ്വയം തന്നെ നമുക്ക് മാറ്റിമറിക്കുവാനും നമുക്കത് ഇല്ലാതാക്കാനും, നമ്മുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേഗത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക.
വിഷ്വലൈസേഷൻ ചെയ്യുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. എപ്പോഴും നമുക്ക് പഴയ ബന്ധങ്ങളല്ലേ, ആ നല്ല പഴയ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുക. നല്ല ബന്ധമാണെങ്കിൽ ആ ബന്ധം നമ്മൾ എന്ത് ചെയ്യുന്നു, നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഉണ്ടായ കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒരു ദിവസം നമ്മൾ എഴുതുക. എഴുതി വെക്കുക. എഴുത്തൊരു ശീലമാക്കി മാറ്റുക, വായനൊരു ശീലമാക്കി മാറ്റുക, എക്സസൈസ് ഒരു ശീലമാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ അടിക്കടിക്ക് ഉണ്ടാകുന്ന ദുശീലങ്ങളൊക്കെ അല്ലേ, ഈ ദുശീലങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് പാടെ ഒഴിവാക്കുക. കാരണം എന്താ അറിയോ, ഏതെങ്കിലും രീതിയിലുള്ള ദുശീലങ്ങൾ നമുക്കുണ്ടോ അല്ലേ, നമ്മുടെ ദുശീലം നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. നമ്മുടെ ദുശീലങ്ങൾ കംപ്ലീറ്റ് അറിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നമ്മൾ മാത്രമാണ്. അപ്പോൾ അടിക്കടിക്ക് ഉണ്ടാകുന്ന ദുശീലങ്ങളൊക്കെ മാറ്റിമറിക്കുക. അതുപോലെ എപ്പോഴും ശുഭപ്രതീക്ഷയോട് കൂടി എപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിയോട് കൂടി സംസാരിക്കുക, പുഞ്ചിരിയോട് കൂടി ഇടപഴകുക. കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണുക. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക. എന്നിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക. ആ സ്ഥലത്തെ പറ്റി നമ്മൾ നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകത്തിൽ നമ്മൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ പോയ സ്ഥലങ്ങളെ പറ്റി മറ്റുള്ള ആളുകളോട് സംസാരിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശയവിനിമയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ലളിതമായൊരു കാര്യം എന്താണെന്നറിയോ, നമ്മളൊരു സ്ഥലത്ത് പോകുക. ആ സ്ഥലത്ത് പോയി മറ്റുള്ള ആളുകളോട് ആ സ്ഥലത്തെ പറ്റി വിവരിക്കുക. അങ്ങനെ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പായിട്ട് വരും എന്നുള്ളതാണ്. പലപ്പോഴൊക്കെ പല ആളുകൾക്കും ആശയവിനിമയം നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ വരില്ല, ഉള്ളിലുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ ഇതിങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ സംസാര സ്കിൽസ് അല്ലേ, നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുക. ആ സ്ഥലത്തെ പറ്റി നിങ്ങൾ പഠിച്ച് നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണെന്നറിയോ, ആ അനുഭവം നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സംസാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡെവലപ്പായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക. എന്താണെന്നറിയോ, നമ്മൾ പ്രകൃതിയെയും മരങ്ങളെയും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആകാശത്തെയും സൂര്യനെയും ഒക്കെ സ്നേഹിക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുക. പലപ്പോഴും നമുക്ക് സ്നേഹം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് കിട്ടുന്നില്ല അല്ലേ, എവിടുന്നും നമുക്ക് സ്നേഹം കിട്ടുന്നില്ല. എന്താ കാരണം, ഈ സ്നേഹം കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരാൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്നു, ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വേണ്ട വിധത്തിൽ നമുക്ക് സ്നേഹം കിട്ടാത്തത് വലിയൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ നമ്മൾ മനസ്സ് വിഷമിക്കും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് വാട്സപ്പിൽ ഒരു ഹൈ വിട്ടു, അദ്ദേഹം എനിക്ക് എന്ത് ചെയ്യുന്നു, വാട്സപ്പ് ഹൈ കണ്ടിട്ട് എനിക്ക് റീപ്ലൈ അയച്ചില്ലാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടാവും അല്ലേ, സ്വാഭാവികമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിന് എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ഹൈ വിട്ടു, അദ്ദേഹം റീപ്ലൈ തന്നില്ല എന്ന് വിചാരിക്കുക, നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വേണ്ട വിധത്തിൽ നമ്മളെ പരിഗണിച്ചില്ല എന്ന് വിചാരിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണെന്നറിയോ, ആ സമയത്ത് അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരിക്കില്ല, അവർ വേറെ ഏതെങ്കിലും മൂഡിലായിരിക്കും, മാനസികാവസ്ഥയിലായിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ഈ കാര്യങ്ങൾ എന്താണോ അതിൽ മാത്രം നിങ്ങൾ മുഴുകി, അതിലേക്ക് മാത്രം ലയിച്ച്, അതിലേക്ക് മാത്രം നിങ്ങൾ ക്യാൻവാസ് ചെയ്ത്, അതിലേക്ക് മാത്രം നിങ്ങൾ എന്താ പറയുക, അതിലേക്ക് മാത്രം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ 2025 എന്താ പറയുക, പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലഹരി പദാർത്ഥത്തിൽ നിന്ന് പിൻവാങ്ങുക. ലഹരി പദാർത്ഥങ്ങൾ അതായത് 2025 യാതൊരു വിധേനയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്ന് 2025 യാതൊരു വിധേനവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയോടുകൂടി 2025 വരവേൽക്കുക എന്നുള്ളതാണ്.
കാരണം എന്താ അറിയോ, ദുശീലം നമ്മളെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും കയറി കൂടിക്കഴിഞ്ഞാൽ അത് വിട്ടകന്ന് പോകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ദുശീലം വരിക എന്നുള്ളത് സിമ്പിളാണ്, പക്ഷെ അത് വിട്ടകന്ന് പോകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ വാഹനത്തിൽ പോവുകയാണ്, ഒരു ആക്സിഡൻ്റായി, കൈ മുറിഞ്ഞു, ആ കൈ മുറിഞ്ഞു കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരം എല്ല് പൊട്ടി, ആ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറില്ല, ഏതാനും മാസങ്ങൾ പിടിക്കും അല്ലേ അത് മാറണമെങ്കിൽ. പക്ഷെ സംഭവിക്കാനോ നിമിഷങ്ങൾ മതി. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകില്ല, നമ്മളെയും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ചിന്തകൾ കൊണ്ടുവരിക, പുതിയ ബന്ധങ്ങൾ കൊണ്ടുവരിക, അതുപോലെ നമ്മൾ പുതിയ പഠന രീതികൾ തന്നെ നമ്മൾ നമുക്ക് 2024 വേണ്ട വിധത്തിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാണ്ടെങ്കിൽ പുതിയ പഠന രീതികൾ, പുതിയ വീക്ഷണം ഒക്കെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിൽ നിന്ന് വൺ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് കുതിച്ചു വരാൻ 2025 നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.